നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഒരു എൻഡ് ഭാഗമായിട്ടുള്ള കിളർകോട് മുതൽ അമ്പലപ്പുഴ വരെയുള്ള അപ്ഡേറ്റാണ്. ആലപ്പുഴ ജില്ലയിലെ മൊത്തം 4 റീച്ചുകളായിട്ടാണ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശോക ബിൽക്കോണ്, പിന്നെ KCC ബിൽക്കോണ്, പിന്നെ ബാക്കി 2 റീച്ച് വിശ്വസമുദ്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം കിളർകോട് സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ടാണുള്ളത്. ആലപ്പുഴ ബൈപ്പാസിലെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡുകൾ വരുന്ന ഭാഗത്തായിട്ട് 2 എൻഡിലുമായിട്ടുള്ള സ്ഥലത്ത് ആണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൊമ്മാടിയിലും പിന്നെ ഒന്ന് ഈ കാണുന്ന കിളർകോട് ഭാഗത്ത്. കൊമ്മാടിയിലെ കാഴ്ചകൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പം ഈ 2 എൻഡ് ഭാഗത്തും പണികൾ വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ലാത്ത സ്ഥലത്താണ് ഇപ്പം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് സിഗ്നൽ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ ചെറിയ പാൾ ബ്ലോക്കുകൾ ഉയർത്തി മണ്ണിട്ട് നിറയ്ക്കേണ്ട പണിയാണ് വരാനുള്ളത്. അപ്പം നിലവിലിപ്പം നമ്മുടെ ഈ കൊമ്മാടി ഭാഗത്തുള്ള സിഗ്നലില്ല. ഇപ്പം ഈ ഒരു സ്ഥലത്ത് നിലവിലിപ്പോഴും സിഗ്നലുണ്ട്. അപ്പം വാഹനങ്ങൾ താണ്ട് ഈ 2 വണ്ടി അടുപ്പിച്ച് പോകുന്ന ആ ഒരു വഴി കൂടിയാണ് ഇപ്പം നിലവിൽ സാധാരണ ആ വഴി കൂടെയാണ് പോകുന്നത്. അപ്പം ഇവിടെ എത്തുമ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നവർക്ക് ഒരുപാട് സംശയമുള്ള ഒരു സ്ഥലമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവഴിയാണ് വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് മുതൽ അമ്പലപ്പുഴ വരെയുള്ള വീഡിയോ ഇടയ്ക്ക് ചെയ്യുന്ന സമയത്ത് KCC ബിൽക്കോൺ കരാറേറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ചിന്മയ വിദ്യാലയ സ്കൂളൊക്കെ വരുന്ന ഈ ഒരു ഭാഗം തൊട്ട് നമ്മൾ പറവൂർ എത്തുന്നിടം വരെ, അതായത് കൊമ്മാടിയല്ല കിളർകോട് മുതൽ പറവൂർ എത്തുന്നിടം വരെയുള്ള സ്ഥലത്ത് വലുതായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ഭാഗത്തെ കാഴ്ചകളുമാണ് ഞാനൊരു ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുള്ളത്. അന്ന് ഈ ഒരു ഭാഗത്തിട്ട് ഞാൻ ഡ്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറത്തി വീണ്ടും കിളിപോയ ഒരു സ്ഥലമാണ് ഇവിടെയും. അപ്പോൾ ഒരുപാട് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞ് കിടപ്പുണ്ട്. സർവീസ് 2 സൈഡിലുമായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടാറിങ് വർക്കുകളും പിന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെയൊക്കെ പണികളുമൊക്കെ എനിക്ക് തോന്നിക്കുന്ന ഇനിയൊരു കുറച്ചും കൂടെ നാൾ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയുമെന്നാണ് തോന്നുന്നത്. അത്രത്തോളം സ്പീഡിലാണ് പണികൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ആ കാണുന്ന അണ്ടർപാസ് പറവൂർ അണ്ടർപാസാണ്. അപ്പോൾ അവിടെ വരെയാണ് KCC ബിൽക്കോണിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നതുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വിശ്വസമുദ്രയുടെ പണികളാണ്. അങ്ങനെ നമ്മളിപ്പം നേരെ പറവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മണ്ണ് കുറേ കൂടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി അത് നികത്തിയെടുക്കേണ്ട പണികളാണ് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കിയുള്ളത്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടം വരെയാണ് ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുന്ന ഭാഗം കഴിഞ്ഞാൽ പിന്നെ നേരെ വിശ്വസമുദ്രയുടെ പണികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സൈഡിലും ഇപ്പം സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതേപോലുള്ള സ്ഥലത്തെത്തുമ്പം പിന്നെ പഴയ റോഡിൽ കൂടി കടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് അടുത്ത അണ്ടർപാസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പക്കടയിലെ അണ്ടർപാസ്സാണ്. ചെറിയൊരു അണ്ടർപാസ്സാണ്. കുറേ നാളിന് ശേഷമാണ് പിന്നെ കപ്പക്കടയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അപ്പം അതിനിടയ്ക്ക് ഉള്ള പണികൾ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്തെ ആറൂരി പാതയുടെയൊക്കെ കുറച്ച് പണികൾ ഈ ഒരു ഭാഗത്ത് ആദ്യത്തെ ലെയർ ടാറിങ്ങൊക്കെ കുറച്ച് നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുന്നത് നേരെ കപ്പക്കട ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ്. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. കുറേയധികം മണ്ണ് ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണല്ല കൊണ്ടുവന്നിടുന്നത്. അത് കിഴക്കൻ നാടുകളിൽ നിന്നും ചുമന്ന മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കപ്പക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. കുറേയധികം മണ്ണ് കൊണ്ടുവന്ന്
ഉയർത്തിയെടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും ചെറിയ ബ്ലോക്കല്ല വെക്കുന്നത്. വിശ്വസമുദ്രയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ 2 സൈഡിലുമായിട്ട് വെക്കുന്നത് വലിയ വാൾ ബ്ലോക്കാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുന്ന് പിന്നെ നമ്മൾ പുന്നപ്പറ എത്തുന്ന സ്ഥലം വരെയുള്ള പണികൾ കുറേ നാളിന് മുമ്പേ ഇത്രത്തോളം പണി പുരോഗമിച്ച് കിടക്കുകയാണ്. ആറുവരിപ്പാതയുടെ ആദ്യത്തെ ലെയർ ടാറിങ്ങും പിന്നെ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതേപോലെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് അറവുകാട് സ്കൂൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കാർമൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പോളിടെക്നിക് കോളേജിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെയും ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മൾ പുന്നപ്പറ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മൾ പുന്നപ്പറയിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം കുറേ നാളിന് മുമ്പേ പഴയ റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്, ഒരു സൈഡിൽ കൂടി. അപ്പം ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഇപ്പം വാൾ ബ്ലോക്ക് ഉയർത്തി അധികം മണ്ണിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചുമന്ന മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയതേ ഉള്ളൂ. ഇനി ആ ഒരു ഭാഗത്തായിട്ട് ഇനി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഇനി ഇവിടെ പണി നടക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെയൊക്കെ പുതിയ കാഴ്ചകൾ. ഈ ഒരു ഭാഗത്ത് കുറേ നീളത്തിലായിട്ട് പഴയ റോഡുണ്ടായിരുന്നത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ പുന്നപ്പറ കഴിഞ്ഞ് ഇനി കളിത്തട്ട് മിൽമയുടെയൊക്കെ ഔട്ട്ലെറ്റ് വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കുറേ നാളിന് മുമ്പേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞതാണ്. ഇടതു ഭാഗത്തായിട്ട് 3 വരിക്കുള്ള വീതിക്ക് അവിടെ ടാറിങ് വർക്കുകൾ കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. ഇപ്പം എറണാകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇപ്പം ഇടതു ഭാഗത്തായിട്ട് കുറച്ച് വീതിക്കായിട്ട് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വലത്തേ സൈഡിൽ ഇപ്പം പണികൾ പുരോഗമിക്കാനുണ്ട്. കുറേ നാളായിട്ട് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അവിടെ പുല്ല് കിളിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു വലിയ മരത്തിൻ്റെ ഭാഗവും കൂടി അവിടെ നിൽപ്പുണ്ട്. അതും ഇനി മുറിച്ച് മാറ്റാനായിട്ട് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരുന്ന ഭാഗത്ത് വലത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ പോസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പുന്നപ്പറ KCB സബ്സ്റ്റേഷൻ കഴിഞ്ഞ് കുറവന്തോട് അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. പകുതിയോളം അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ നേരെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പ് കോൺക്രീറ്റ് ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം നമുക്ക് ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കൂടുതൽ ദൂരവും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വാഹനം നമ്മുടെ വാഹനത്തിന് ഫ്രണ്ടിലുണ്ടെങ്കിൽ അത് എപ്പോഴും നിർത്തി പോകുന്ന ഒരു KSRTC ബസ്സാണെങ്കിൽ പുറകിന് കിടക്കുന്ന വാഹനങ്ങളെല്ലാം അതിൻ്റെ പുറകിന് പതുക്കെ ആണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ വേഗത കുറച്ചൊക്കെ എല്ലാ സ്ഥലത്തും പോകാൻ ശ്രമിക്കുക എന്ന് വേണം പറയാൻ. നമ്മൾ കുറവന്തോട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞു. ഇനി നേരെ വരുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് കുറവന്തോട് കഴിഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജ് വരുന്ന ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തൊക്കെ കുറേ കൂടിയൊക്കെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഇവിടെയും പഴയ പോസ്റ്റുകളൊക്കെ നിലവിൽ നിൽപ്പുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. ഒരു അലിക്കുലത്ത് പണിയാണ് ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കുറച്ചൊക്കെ ഗ്യാപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം നേരെ വലതുഭാഗത്തുള്ള വണ്ടാനം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇനിയും പണികൾ കുറേ കൂടി പുരോഗമിക്കാനുണ്ട്. ഇവിടുന്ന് പിന്നെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടാനം അണ്ടർപാസിൻ്റെ നിർമ്മാണം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വലുതായിട്ട് പണിക്കൊന്നും വലിയ സ്പീഡൊന്നുമില്ല ഈ ഒരു ഭാഗത്തായിട്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളിന് മുമ്പ് ചെയ്തതുപോലെയൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇടത്തെ ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെ എനിക്ക് തോന്നിക്കുന്ന കുറേ കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പിന്നെ വേറെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. ഇവിടെയും കുറേ അധികം പോസ്റ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. പോസ്റ്റൊക്കെ എടുത്ത് മാറ്റണം. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ഭാഗം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ നീർക്കുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയൊക്കെ അത്യാവശ്യം വേഗത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ പഴയ പോസ്റ്റൊക്കെ നിലവിൽ നിൽക്കുന്നിടത്ത് മാറ്റണം. ഇവിടെ നമ്മൾ നീർക്കുന്നം എത്തിയിട്ട് പിന്നെ നമ്മൾ വളഞ്ഞ വഴി എത്തുന്നിടം വരെയുള്ള ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് കുറേ സ്ഥലത്ത് ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതുവഴിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സാധാരണക്കാർക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലത്തേ സൈഡിലായിട്ട് ഒരുപാട് പണികൾ ബാക്കി കിടക്കുകയാണ്. ഇവിടെ തന്നെ പോസ്റ്റുകൾ ഒരുപാട് നിപ്പുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാനുണ്ട്. ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ്, അതായത് ഇടത്തെ സൈഡിലായിട്ട് മാത്രമായിട്ടാണ് ഇപ്പം പണികൾ കുറേ കഴിഞ്ഞിരിക്കുന്നത്. വലത് ഭാഗത്തായിട്ട് കുറച്ച് പണികൾ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ബാരിയർ മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ വലിയ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. നമ്മൾ നേരെ ഇപ്പം എത്തിയിരിക്കുന്നത് വളഞ്ഞു വഴി ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇവിടെയുള്ള ജനങ്ങളെല്ലാം അറിയിച്ചിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള സമരം ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. പറയത്തക്ക രീതിയിൽ വലിയ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നില്ല. നമുക്ക് ഈ ഒരു വളഞ്ഞ വഴി ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ പോസ്റ്റൊക്കെ റോഡിൻ്റെ നടുക്കാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അലുക്കുലുത്ത് പണികൾ. സർവീസ് റോഡ് അവിടെ കുറച്ച് ടാർ ചെയ്തിരിക്കുന്നത്, പിന്നെ ഇടതുഭാഗത്ത് കുറച്ച് ടാർ ചെയ്തിരിക്കുന്നത്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് കക്കാഴം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കയറ്റം കയറാൻ പോവുകയാണ്. ഇടതുഭാഗത്തൊക്കെ പണി നടന്നു കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ട്. പോച്ചയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നേരെ മുമ്പോട്ട് വരുന്നിടത്ത് നമ്മൾ ആ കയറ്റം കയറുന്ന ഭാഗം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു തോട് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പുനർനിർമ്മാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പണി പുരോഗമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള പണികളിൽ ഇപ്പോൾ നമുക്ക് തൂണുകളുടെ മുകളിലായിട്ട് തന്നെ കഴിഞ്ഞ തൂണുകളുടെയൊക്കെ മുകളിലായിട്ട് തന്നെ ഗർഡർ വെച്ചിട്ട് മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പം ട്രെയിൻ പാളം കടന്നു പോകുന്ന ഭാഗത്തായിട്ട് പണികൾ പുരോഗമിക്കാനുണ്ട്. അവിടെ കുറച്ച് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ തൂണിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പുരോഗമിക്കാനുണ്ട്. മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് 2 തൂണുകളുടെ മുകളിലായിട്ട് ഇനിയും ഗർഡറുകളൊക്കെ വെക്കാനുണ്ട്. ഗർഡർ വെച്ച ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗം എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്, കുറച്ച് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ചിറയാണ്. സർവീസ് റോഡ് അവിടെ പണിയണമെന്നുണ്ടെങ്കിൽ ചിറയുടെ ഒരു പകുതിയോളം നികത്തിയിട്ട് വേണം ബാക്കി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് ഇവിടെയും ഇടതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ. ബാക്കി ഇനി ഇവിടെ 2 സൈഡിലും റീവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ്. അതിനു മുമ്പേ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. നേരെ മുമ്പോട്ട് വരുന്നിടത്ത് അമ്പലപ്പുഴയിലെ അണ്ടർപാസിന് വേണ്ടിയിട്ട് ഉള്ള തൂണുകളുടെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ മുതൽ അമ്പലപ്പുഴ വരെയുള്ള അപ്ഡേറ്റ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.